ഹൽ അതാക ഹദീസുൽ ഗാശിയ, എല്ലാം തകർത്ത് കളയുന്ന, എല്ലാം മൂടിക്കളയുന്ന, ഒരു നിലക്കും ഒരു മനുഷ്യന് ഒരെത്തും പിടിയും കിട്ടാത്ത വിധം മനുഷ്യൻ അന്ധാളിച്ചു പോകുന്ന നാളെ പരലോകത്തിന്റെ വിചാരണയുടെ കഥ നബിയെ, ഖിയാമത്ത് നടക്കുന്നതങ്ങ് അറിഞ്ഞില്ലയോ? മനുഷ്യ നീ അറിഞ്ഞില്ലയോ എന്ന് അള്ളാഹു ചോദിക്കുന്ന ആയത്താണത്. ഹൽ അതാക ഹദീസുൽ ഗാശിയ. അതൊക്കെ ഓതുമ്പോഴേ ആ ഒരു ഉന്മേഷത്തില് ഉസ്താദന്മാർ ഓതും വേണം. ജുമുഅക്കൊക്കെ ഉറങ്ങിക്കാണ്ട് ഓതനാണ് ഹൽ അതാക ഹദീസുൽ ഗാശിയ. എന്താണ് അതിന്റെയൊക്കെ അർത്ഥം? അർത്ഥമറിഞ്ഞിട്ട് നമ്മൾ ഓതണം. എത്ര ഗൗരവമുള്ള ആശയമാണതിൽ, എത്ര ഗൗരവമുള്ള ഖനപ്പെട്ട വിവരമാണതിൽ കിടക്കുന്നത്. വളരെ മനോഹരമായിട്ട് ഖുർആൻ ഓതണമെന്ന റത്തീലുൽ ഖുർആന തർത്തീല. നിങ്ങളുടെ ശബ്ദം നിങ്ങൾ ഖുർആൻ ഓതാൻ നന്നാക്കിയെടുക്കണം. നല്ല ശബ്ദത്തിൽ ഖുർആൻ ഓതുമ്പോൾ ഖുർആനിനൊരു മധുരിമ വർദ്ധിക്കും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മൾ സബ്ബിഹ് ഇസ്മ റബ്ബിക്കൽ അലി ഹൽ അതാക ഹദീസുൽ ഗാശിയ ഇവിടുത്തെ പള്ളിന്റെ കഥയല്ല ഞാൻ പറയണം. മൊത്തത്തിൽ ജുമുഅക്കൊക്കെ കൂടുമ്പോഴേ ഒരു ആർക്കോ വേണ്ടി ഇങ്ങനെ ഒരു മടി പിടിച്ച് ഓതുന്ന പോലെ ഒരു ഓത്ത്, അതൊക്കെ എത്ര മനോഹരമായി ഓതാൻ പറ്റും. ഹൽ അതാക ഹദീസുൽ ഗാശിയ വജൂഹുൻ യൗമഇദിൻ ഖാശിഅ ആമിലത്തുൻ നാസിബ. നബിയെ, ഖിയാമത്തിന്റെ വിവരം എന്താണെന്ന് നിങ്ങൾക്ക് വന്നോ അറിഞ്ഞോ? നബിയെ, അങ്ങ് മനസ്സിലാക്കിയോ? ഹൽ അതാക ഹദീസുൽ ഗാശിയ വജൂഹുൻ യൗമഇദിൻ ഖാശിഅ. അന്ന് ചിരിക്കുന്ന മുഖങ്ങൾ കാണാൻ കഴിയില്ല. അന്ന് എല്ലാവരുടെയും, ആണിന്റെയും പെണ്ണിന്റെയും മുഖം പേടിച്ചരണ്ട മുഖമാണ്. ആമിലത്തുൻ നാസിബ. ഒരുപാട് അധ്വാനിച്ചിട്ടുണ്ട്, ഒരുപാട് ക്ഷീണിച്ചിട്ടുണ്ട്. എന്നാൽ അള്ളാഹുവിന് വേണ്ടി പണിയെടുക്കാത്തതിന്റെ പേരിൽ തസ്ലാ നാറൻ ഹാമിയ, കത്തിജ്വലിക്കുന്ന നരകത്തിലേക്കാണ് അവർ പോകുന്നത്. ഒരുപാട് അധ്വാനിച്ചു, വലിയ വലിയ പ്രവർത്തനങ്ങൾ ലോകത്ത് കാഴ്ചവെച്ചവരെ ഏകനായ സ്രഷ്ടാവിൽ വിശ്വസിക്കാത്തതിന്റെ പേരിൽ അവരുടെ സർവമാന നന്മകളും നശിച്ചു പോകുന്നു. ആമിലത്തുൻ നാസിബ തസ്ലാ നാറൻ ഹാമിയ. ഈ ആയത്ത് ഉമർ റളിയല്ലാഹു അൻഹു ഓതിയ ഒരു രംഗമുണ്ട്. മദീനയിൽ നിന്ന് ഷാമിലേക്ക് ഉമർ എന്നവർ പോകുമ്പോ ഒരു മലയുടെ അരികത്തുകൂടെ പോകുമ്പോൾ ഒരു വലിയ ഗുഹ കണ്ടു. ആളുകൾ പറഞ്ഞു, ഉമർ എന്നവരെ അറിയോ, ഇതൊരു വലിയ പുരോഹിതന്റെ ഗുഹയാണ്. ജൂതനായ പുരോഹിതൻ, അയാൾ ആ പാറക്കുള്ളിലാണ് താമസിക്കുന്നത്. ചൂടും വെയിലും തണുപ്പും പ്രശ്നമല്ലാതെ ആ പാറക്കുള്ളിൽ കഴിയുന്ന പുരോഹിതന്റെ കഥ അറിയോ? ഉമർ തങ്ങൾ ചോദിച്ചു, അദ്ദേഹം അവിടെ ഉണ്ടോ? ഉണ്ട്. ഉമർ തങ്ങൾ മലയുടെ താഴെ നിന്നൊരൊറ്റ വിളി മേലോട്ട്, യാ റാഹിബ്, ഏ പുരോഹിത. അദ്ദേഹം ആരായി വിളിക്കണത്? പുറത്തേക്ക് തലട്ട് നോക്കി. ഉമർ തങ്ങളുടെ കരഞ്ഞു. കരഞ്ഞിട്ട് ഉമർ തങ്ങൾ ഓതുകയാണ്, ആമിലത്തുൻ നാസിബ തസ്ലാ നാറൻ ഹാമിയ. ഒരുപാട് അധ്വാനിച്ചു. ആമിലത്തുൻ നാസിബ, ഒരുപാട് അധ്വാനിച്ചു ക്ഷീണിച്ചു. ഈ മനുഷ്യൻ തളർന്നിട്ടുണ്ട്. അവിടെ എത്ര വലിയ അധ്വാനമാണ്. ഒരു മലയുടെ മുകളിൽ, നമ്മുടെ നാട്ടിലെ മലയല്ല, സൗദി അറേബ്യയിലെ മലകളൊക്കെ പോയി ഉംറക്ക് പോയവർ കണ്ടിട്ടുണ്ടാവും. ഉണങ്ങിയ പർവ്വതങ്ങളാണ്, പാറകളാണ്. അതൊക്കെ ചൂട് പിടിച്ച എന്താണ് അതിന്റെയൊക്കെ ചൂട്. ആ പാറക്കുള്ളിലാണ് ഈ മനുഷ്യൻ മോക്ഷം വിചാരിച്ച് നിൽക്കുന്നത്. പരലോകം രക്ഷപ്പെടാൻ വേണ്ടി ചെയ്യുന്ന പണിയാണ്. അഷ്റഫുൽ ഖൽഖ് തങ്ങളുടെ റിസാലത്ത് ഇവിടെയുണ്ട്, ഖുർആനുണ്ട്. അതൊന്നും വിശ്വസിക്കാത്തൊരു മനുഷ്യൻ എത്ര അധ്വാനിച്ചു അല്ലേ? ആമിലത്തുൻ നാസിബ തസ്ലാ നാറൻ ഹാമിയ. ഈ അധ്വാനമൊക്കെ കഴിഞ്ഞിട്ട് നരകത്തിലേക്ക് നാളെ പോവുകയും. ഇത് പറഞ്ഞങ്ങ് പൊട്ടിക്കരഞ്ഞു ഫാറൂഖ് റളിയല്ലാഹു അൻഹു. ആ സൂറത്താണ് നമ്മൾ ഓരോ വെള്ളിയാഴ്ചയും കേൾക്കുന്നത്. നമ്മൾ ആലോചിക്കാറുണ്ടോ ഈ സൂറത്തിന്റെ അർത്ഥം എന്താണ്?